നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച ഇതിഹാസമാണ് ലയണൽ മെസ്സി. നമുക്കറിയാം, ദീർഘകാലം ബാഴ്സലോണയുടെ കുന്തമുനയായിക്കൊണ്ട് പ്രവർത്തിച്ചത് മെസ്സി തന്നെയാണ്. പിന്നീട് 2021 സാമ്പത്തിക പ്രതിസന്ധി കാരണം മെസ്സിക്ക് ബാഴ്സലോണ എന്ന ക്ലബിനോട് വിട പറയേണ്ടി വരികയായിരുന്നു. പക്ഷെ മെസ്സിയുടെ കരിയറിൽ ഉണ്ടായ വളർച്ചക്കെല്ലാം പ്രധാനമായും കാരണമായത് ബാഴ്സലോണ എന്ന ക്ലബ്ബ് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 2006 ലയണൽ മെസ്സി തൻ്റെ സ്പോൺസർ ആയിക്കൊണ്ട് അഡിഡാസിനെ, പ്രമുഖ ബ്രാൻഡായ അഡിഡാസിനെ തിരഞ്ഞെടുത്തത്. ഒരു ലോങ് ടേം ഡീലിൽ ഒപ്പുവെക്കുകയായിരുന്നു. നൈക്കിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ലയണൽ മെസ്സി അഡിഡാസിനെ സ്പോൺസർമാരായിക്കൊണ്ട് തിരഞ്ഞെടുത്തത്. ഇതേ വഴിയിൽ തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ വണ്ടർ കിഡായ ലാമിനെ യമാലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നൈക്കിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഡിഡാസുമായി ഒരു കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഒരു ലോങ് ടേം ഡീലിൽ തന്നെയാണ് ഇപ്പോൾ യമാലും ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി മെസ്സി അണിയുന്ന അതേ ബൂട്ടുകൾ തന്നെയാണ് യമാലും അണിയുക. കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ യമാൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അഡിഡാസിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അവർ എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചതാണ്. കൂടുതൽ വളരുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. ഞാൻ ലയണൽ മെസ്സിയെയാണ് മാതൃകയാക്കുന്നത്. ഞാൻ ഫുട്ബോൾ കാണാൻ ആരംഭിച്ച കാലം മുതൽ തന്നെ മെസ്സി അഡിഡാസിനൊപ്പമുണ്ട്. ഒരുപാട് കാലം അഡിഡാസിനൊപ്പം തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേവലം 16 വയസ്സ് മാത്രമുള്ള ഈ താരം ബാഴ്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. ലാലിഗയിൽ 3 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ബാഴ്സയുടെ പരിശീലകനായ ചാവി ഇപ്പോൾ ഈ ഒരു താരത്തെ വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ്ബാണ് FC ബാഴ്സലോണയുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.